സാമൂഹ്യ സേവനം ഒരു ജീവിത സബരിയാക്കിയ ഒരു വ്യക്തിയുണ്ട്. ഫൈസൽ മുഹമ്മദ് ബിൻ എന്നാണ് പേര്. കണ്ണൂരുകാരനാണ്. അദ്ദേഹം കഴിഞ്ഞ 15 വർഷക്കാലത്ത് ഇവിടെ UAE എന്ന് പറയുന്ന ഈ മണ്ണിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ റമദാൻ കാലത്ത് ട്രാഫിക് സിഗ്നലിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കരുണയുള്ള സാമൂഹിക പ്രവർത്തനം. എങ്ങനെയാണ് ഈ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത്? ഈ വർഷം നമ്മൾ ചെയ്യുന്നത് എംപവറിംഗ് ഗുഡ്നെസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു വോളണ്ടിയർ ടീമാണ്. അൽനാദ സെൻറ്റർ, മുഹസിന സെൻറ്റർ, ഇവിടുത്തെ സ്റ്റാഫ്, അതേപോലെ തന്നെ പെർഫെക്റ്റ് കണക്ഷൻ, ഈ 3 സ്ഥാപനങ്ങളിലെ സ്റ്റാഫും നമ്മുടെ വെൽവിഷേഴ്സും കൂടിയിട്ടുള്ള ഒരു വോളണ്ടിയർ ഗ്രൂപ്പാണ് എംപവറിംഗ് ഗുഡ്നെസ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം 15,000 ഇഫ്താർ കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കാൻ കാരണം ഈ ലാസ്റ്റ് നേരം ഇഫ്താറിന് വീട്ടിലോട്ടേക്ക് പോകുന്നവർക്ക് വണ്ടിയിൽ വെച്ചിട്ട് ഒരു വെള്ളവും ഒരു ജ്യൂസും അത്ര മിനിമം ഒരു ഇഫ്താർ കിറ്റ് കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. കഴിഞ്ഞ വർഷം അത് 15,000 കിറ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ വെൽവിഷേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി ഈ വർഷം നമ്മൾ ഒരു 30,000 കിറ്റ് എന്നുള്ള രീതിയിലോട്ടേക്ക് ഉയർത്തിയിട്ടുണ്ട്. സോ പെർ ഡേ 1000 കിറ്റ് നമ്മൾ കൊടുക്കുന്നു. അത് അങ്ങനെ കൊളീഗ്സും ഫ്രണ്ട്സുമാണ്. അൽനാദ സെൻറ്റർ, മുഹസിന സെൻറ്റർ, പെർഫെക്റ്റ് കണക്ഷൻ, ഈ 3 സ്ഥാപനങ്ങൾ എമിറേറ്റ്സ് ഗൾഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങളാണ്. അവിടുത്തെ മുഴുവൻ സ്റ്റാഫും കൂടാതെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഇരുന്ന് നമ്മുടെ വെൽവിഷേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഈ കൂട്ടായ്മയിൽ അംഗമായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പ്രളയം വരുമ്പോഴും അതുപോലെ തന്നെ ഒരു കോവിഡ് കാലത്തും ഒക്കെ എനിക്ക് ഫൈസൽ ആ ഒരു സമയത്ത് കോവിഡ് കാലത്ത് എല്ലാ പ്രവർത്തനങ്ങളും വർസാനിലൊക്കെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. ഈ മനസ്സിൽ ഈ ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെന്ന് തോന്നിയത് ഏത് കാലത്താണ്? എങ്ങനെയാണ് അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം? അതൊന്നുമില്ല, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ വാപ്പയും ഉമ്മയും പഠിപ്പിച്ച ശീലം അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് വേറെ വലിയ ഫിലോസഫി ഒന്നും അതിലില്ല. നമ്മൾ എന്താണോ കണ്ടു വളർന്നത് അത് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. കാരണം നമ്മളെ വാപ്പയും ഉമ്മയും നമ്മുടെ ജീവിതത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠന്മാർ, നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ പാഠം അത് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു, അത്ര മാത്രമല്ല. ഇപ്പോൾ സിഗ്നലിൽ ഇത്രയും തിരക്കിട്ട സിഗ്നലിൽ ഇത് കൊടുക്കാന്ന് വെച്ചാൽ കുറച്ചൊരു റിസ്ക് ഉള്ള ഒരു പരിപാടി കൂടിയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ നിയമം ഇതൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അതിനുള്ള മുൻകരുതലുകൾ എടുക്കാറുള്ളത്? നമുക്ക് ഇവിടുത്തെ ദുബായ് പോലീസിന്റെ RTA, ഇസ്ലാമിക് ചാരിറ്റബിൾ അസോസിയേഷൻ്റെ ഒക്കെ പെർമിഷൻ ആവശ്യമുണ്ട്. അപ്പോൾ 2 മാസം മുമ്പ് തന്നെ നമ്മളെ പോലീസ് ആസിദൊക്കെ കൂടിയിട്ട് അതിൻ്റെ പെർമിഷൻസ് ഒക്കെ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ പെർമിഷൻ പ്രകാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 സിഗ്നലാണ്. ഒന്നിപ്പോൾ നമ്മൾ എഴുതുന്നത് പഴയ ഓൾഡ് ഫെവാ സിഗ്നൽ, പിന്നെ അൽബുസാൻ സിഗ്നൽ. ഈ 2 സിഗ്നൽ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നതാണ്. സോ ഇവിടെ 30 ദിവസവും വിത്ത് UAE ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സപ്പോർട്ടോടെയും പെർമിഷനും കൂടിയിട്ടാണ് നമ്മൾ ഈ കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ആക്ച്വലി പ്രൗഡാണ്. നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു കൺട്രി നമുക്ക് തരുന്ന ഒരു കരുതൽ, അത് നമുക്ക് തിരിച്ച് സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ഒരു ചിന്തയെന്നാണ് നമ്മൾ 2 വർഷം മുമ്പ് ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. ഞങ്ങളുടെ എല്ലാ ടീമും, ഞങ്ങളുടെ സ്റ്റാഫ്, എല്ലാ ടീമും അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ആരും നമ്മൾ നിർബന്ധിക്കുന്നില്ല. ഇത്രയും കുട്ടികൾ ഇവിടെ വരുന്നത് അവർ സ്വയം തയ്യാറായിട്ട് വരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ അക്കാഫ് പോലത്തെ ദുബായ് ഏറ്റവും വലിയ വോളണ്ടിയർ സംഘടന, അതിൻ്റെ ജനറൽ സെക്രട്ടറി ദീപു നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അവർ നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. CDA ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇന്നലെയും CDA മെമ്പേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ദുബായ് പോലീസിൻ്റെ പെർമിഷൻ ഉണ്ട്, അവരും ചില ദിവസങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഇതിന് ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട്. എനിക്ക് ഒരു 60,000 ഈത്തപ്പഴം വേണം, 30,000 ജ്യൂസ് വേണം, 30,000% വേണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തരാൻ വേണ്ടിയിട്ടായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. കരുതലിൻ്റെ ഒരു നോമ്പ് തുറയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് ദുബായിൽ നമ്മൾ കാണുന്നത്. എമിറേറ്റ്സ് ഗൾഫ് എന്ന സന്നദ്ധ സംഘടന കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോമ്പ് തുറക്കാൻ കൃത്യസമയത്ത് എത്താത്ത വഴിയിലുള്ള ആളുകൾക്ക് ട്രാഫിക് സിഗ്നലിൽ നിന്നുകൊണ്ട് നോമ്പ് തുറക്കാനുള്ള അവസരം ഒരുക്കുകയാണ്. ഒരുപക്ഷെ മാതൃകാപരമായ ഒട്ടേറെ പ്രവൃത്തികൾക്ക് ഇത് ഒരു ഉദാഹരണമാണ് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ആയിരക്കണക്കിന് കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. ഈ വർഷം മാത്രം 30,000 കിറ്റുകൾ വിതരണം ചെയ്യാനാണ് എമിറേറ്റ്സ് ഗൾഫ് എന്ന സന്നദ്ധ സംഘടനയുടെ തീരുമാനം. ഇവരുടെ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിലും UAEക്കും അതുപോലെ മലയാളികൾക്കും മാതൃകയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.